എല്ലാ കൂട്ടുകാർക്കും പ്രഭാസ് കോമൺ ഗാർഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്ത് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ മുടി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഇല്ല. അപ്പൊ നമുക്ക് ആ ഉള്ള മുടി നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് സൂക്ഷിക്കണം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെയർ പാക്കാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ കുളിച്ചപ്പോൾ ഷാമ്പൂ ഒക്കെ ഇട്ട് എൻ്റെ തലയിൽ ഞാനെപ്പോഴും ഒത്തിരി എണ്ണ തേച്ച് വയ്ക്കും. അപ്പോൾ എണ്ണയെല്ലാം കളഞ്ഞു നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്നും മുടിയെ പിടിക്കണ്ടേ. അപ്പം നമ്മുടെ ഹെയർ പാക്കിലേക്ക് കിടക്കാം. ഹെയർ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണം? ഒലീവ് ഓയിൽ വേണം. കോമൺ ഗാർഡിൽ ഒഴിച്ചുകൂടാൻ മേലാത്തൊരു സാധനമാണ് നമ്മുടെ അവക്കാഡോ. പിന്നെ നമുക്ക് വേണ്ടിയത് തൈര്, യോഗട്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന തൈര് എന്താണോ അതാണ് എടുത്തിരിക്കുന്നത്. ഗ്രീക്ക് യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച്, ഇപ്പോൾ എനിക്ക് മുടിക്ക് നല്ല നീളമുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഇതിനൊരു 3/4 ബൗളോളം കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ മുടിയെ മുഴുവൻ തേക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മുടെ അവക്കാഡോ എടുക്കുക. അത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം കേട്ടോ. അതെല്ലാം കൂടെ അരക്കണമെന്ന്, ഇതെല്ലാം കൂടെ ഒരു പേസ്റ്റ് ആക്കണേ. അപ്പോൾ നമ്മുടെ അവക്കാഡോ എടുക്കുന്നത് ചെയ്തു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് കേട്ടോ, ഇതിനൊന്നും ഒരു റേഷ്യോ ഒന്നുമില്ല. മുടിയുടെ തേച്ച് പിടിപ്പിക്കത്തക്ക അളവിൽ നമ്മൾ ഒഴിക്കുക. അപ്പോൾ എനിക്കൊരു കുറഞ്ഞൊരു നല്ലതായിട്ട് തന്നെ വേണം. ഞാനിപ്പോൾ ഒരു 25 മില്ലിയോളം നമ്മുടെ ഇതെടുത്തു, ഒലിവ് ഓയിൽ എടുത്തു. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ യോഗട്ട് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്നൊരു വെള്ളമുണ്ട്. അതിനകത്ത് നിറയെ പ്രോട്ടീൻ ഉള്ളതാണ് കേട്ടോ. ഞാനപ്പം ഇവിടെ ചേട്ടൻ പറയും അതൊക്കെ എടുത്ത് കളയാൻ പറയും. പക്ഷെ ഞാൻ ആ വെള്ളം എന്ത് ചെയ്യും, ഒഴിക്കാറുണ്ട്. കാരണം വെച്ചാൽ ആ വെള്ളം കൂടെ ഒഴിച്ചാണ് ഞാൻ എൻ്റെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം യോഗട്ട് ഇട്ട് പിന്നെ ആ വെള്ളം ഒഴിച്ചു. ഓക്കെ, അത്രയും സംഭവം ഒഴിച്ചു. എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കും. നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് നല്ലത് തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ട് നമുക്കൊരു നല്ല ജെല്ലി പോലെ ബൊബ്ലിയാണ് കേട്ടോ. നല്ലക്കാൻ തലയിൽ തേച്ച് കാണിക്കണം. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും ഞാൻ കാണിക്കട്ടെ, എല്ലാം കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെളിയിൽ പോയി ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഒന്നും വലിയ ഇത് തല മുഴുവൻ ഞാൻ ആ തലയോട്ടിയിലും തീർക്കും കേട്ടോ. ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ തൈരൊക്കെ അല്ലേ, തൈര് ഡാൻഡ്രഫിനും ഒക്കെ നല്ലതാണ്, നമ്മുടെ സ്കാൾപ്പിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കാൾപ്പ് തൊട്ട് താഴെ വരെയും തേക്കും. അപ്പോൾ ചെയ്യേണ്ട ഇത്രയുള്ള മൂടി ഇങ്ങനെ വകത്തിയിടുക, ഇവിടെ തൊട്ടേ അങ്ങ് തേക്കുക. വേണ്ട, പിന്നെ ഇങ്ങനെ നമ്മൾ കോതി ഇങ്ങോട്ട് മാറ്റുക. ആദ്യം നമ്മുടെ ഇവിടുന്ന് തുടങ്ങാം. അത് എൻ്റെ മുടി കണ്ടോ ഇന്ന് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇന്നലെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ എണ്ണമയവും കളഞ്ഞു, കണ്ടീഷണറും ഒന്നും ഇട്ടില്ല, ചകിരി പോലെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഈ അടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പം നമ്മൾ തല മുഴുവൻ തേച്ച് പിടിപ്പിച്ച് ഇനി ഇച്ചിരി മിച്ചമുള്ളതൊക്കെ തേച്ചു. എന്നിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുക കേട്ടോ, കെട്ടി വയ്ക്കണം. ഇനി ചെയ്യേണ്ടത്, ഇന്നത്തെയാണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം, 2 മണിക്കൂർ ഹെയർ പാക്ക് തലയിരിക്കണം കേട്ടോ. ഓടിപ്പോയി കുളിച്ച് കളയരുത്. നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കഴുകി കഴിയുമ്പം നമ്മൾ ഭയങ്കര ഹാർഡായിട്ടുള്ള ഷാമ്പൂ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. വളരെ ഓക്കെ. അപ്പം നമ്മൾ ഹെയർ പാക്കൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത് അതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം നമ്മൾ എന്നാ ചെയ്ത് കുളിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി കഴുകി അതിന് ശേഷമുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഹെയറിന് നമ്മുടെ സിൽക്കി സ്മൂത്തി, അത്ര സിൽക്കി സ്മൂത്തി ഒന്നുമല്ല, ഓക്കെ ആണെങ്കിൽ കൂടി. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ ഹെയർ പാക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ്. കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഹെയർ പാക്ക് വന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. അപ്പം മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ.